ഈ കൂറ്റൻ പാറയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഫീലുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കാസർഗോഡിൻ്റെ ഈ ഭീമൻ പാറയ്ക്കടിയിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം. ഇദ്ദേഹത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ വീഡിയോയുടെ അവസാനം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാടുകൾക്കും മലനിരകൾക്കും നടുവിൽ ഒളിച്ചിരിക്കുന്ന ഓടക്കൊല്ലി ഗുഹ. ഓടക്കൊല്ലി എന്ന പേര് വരാൻ കാരണം ഈ പ്രദേശത്ത് സമൃദ്ധമായി വളർന്നിരുന്ന ഓടകളും അവയ്ക്കിടയിലുള്ള മലയിടുക്കുകളുമാണ്. കാടിനുള്ളിലെ ഈ ഭീകര ഗുഹയുടെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ റൂട്ട് മാപ്പും പ്രൈസും ടൈമിങ്ങും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഗുഹ കാണുന്നതിനായി ഒരാൾക്ക് 100 രൂപയാണ്. കൂടുതൽ സാഹസികത നിറഞ്ഞ അഡ്വഞ്ചർ ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 500 രൂപയുടെ പാക്കേജാണ് എടുക്കേണ്ടത്. അതിൽ ഹെൽമെറ്റും സേഫ്റ്റി ബെൽറ്റും ഉൾപ്പെടും. ഇതാണ് ഡ്രസ് ചേഞ്ചിങ് റൂം. നിങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള 5 മെമ്പേഴ്സുമായി ഇവിടെ വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഒരാളോ 2 പേരോ ആയിട്ട് വരുന്നതാണെങ്കിലും 2500 രൂപ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ സാഹസിക യാത്ര അനുവദിക്കുകയുള്ളൂ. കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. ആയതിനാൽ ഞങ്ങൾ 100 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗുഹയുടെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകളാണ്. പലരും വിചാരിക്കുന്നത് ഇതൊരു വനമേഖലയോ സർക്കാർ ടൂറിസം കേന്ദ്രമോ ആണെന്നാണ്. എന്നാൽ ഓടക്കൊല്ലി ഗുഹ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണുള്ളതെന്ന് എത്ര പേർക്കറിയാം? ഉടമസ്ഥരുടെയും പ്രാദേശിക ഗൈഡുകളുടെയും സഹായത്തോടെ മാത്രമാണ് നമ്മൾക്ക് സുരക്ഷിതമായി ഈ ഗുഹയിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിലെ ആ ഗുണ കേവാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂ ധരിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അല്ലെങ്കിൽ ചിലപ്പം സ്ലിപ്പായി പോവാൻ സാധ്യതയുണ്ട്. ഇവിടെ പാറകളിൽ വരയ്ക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വരുമ്പോൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ CCTV നിരീക്ഷണത്തിലായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ തള്ളുകയും ചെയ്യരുത്. ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വൃത്തിയോടെയും വെടിപ്പോടെയും സൂക്ഷിക്കേണ്ടത് അവിടെ സന്ദർശിക്കുന്ന സന്ദർശകരുടെയും കൂടെ കടമയാണ്. ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്ന പ്രകൃതിദത്ത പാറയിടുക്കുകളും ഗുഹകളുമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്യജീവികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നേടാൻ പുരാതന മനുഷ്യർ ഇവിടെ താവളമാക്കിയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്ത കാലം വരെ കാട്ടുപന്നികളും പുലികളും വവ്വാലുകളും അഭയം പ്രാപിച്ചിരുന്ന നിഗൂഢമായ ഒരു ഇടമായിരുന്നു ഇത്. പണ്ട് മലബാർ മേഖലയിൽ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും പ്രാദേശിക പോരാട്ടങ്ങളുടെ സമയത്തും ഒളിപ്പോരാളികളും ഗ്രാമീണരും ഒളിച്ചിരിക്കാൻ ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മുതിർന്നവർ പറയാറുള്ളത്. ഈ പാറകൾക്കടിയിൽ വലിയ ജലസംഭരണി തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നത് അത്ര എളുപ്പമല്ല. സാമാന്യം നല്ല ഇടുങ്ങിയ വഴികളും പാറയിടുക്കുകളുമാണ് ഇവിടെയുള്ളത്. ഈ ഗുഹയ്ക്കുള്ളിൽ സന്ദർശിക്കുന്ന സന്ദർശകർക്ക് വിശ്രമിക്കാനായി പലയിടത്തും ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ആ ഇരിപ്പിടത്തിൽ ഒന്നിരുന്നു. ഈ ഗുഹയ്ക്കുള്ളിലെല്ലാം ഇപ്പോൾ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. കാരണം ആ ലൈറ്റുകളില്ലായിരുന്നു എങ്കിൽ ഇവിടെയൊക്കെ നല്ല ഇരുട്ടായിരിക്കും. ഈ ഗുഹയ്ക്കുള്ളിൽ വരുന്ന ഈ നേരിയ വെളിച്ചം മാത്രമായിരിക്കും നമുക്ക് വഴികാട്ടിയായി ഉണ്ടാവുക. പ്രായമേറിയവരുമായി ഇവിടെ വരാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളിങ്ങനെ ഗുഹയ്ക്കുള്ളിൽ നടക്കുമ്പോൾ ഞങ്ങൾക്കൊട്ടും ചൂട് ഫീൽ ചെയ്തില്ല കേട്ടോ. ഈ പാറയ്ക്കടിയിൽ വലിയ ജലസംഭരണി ഉള്ളത് കൊണ്ടും ആവാം കേട്ടോ അത് ചൂട് ഫീൽ ചെയ്യാത്തത്. റെസ്റ്റ് എടുക്കാനായി മാത്രമല്ല കേട്ടോ ഈ ഇരിപ്പിടങ്ങൾ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഇതുപോലെയുള്ള വലിയ കയറ്റങ്ങളും ഇടുങ്ങിയ വഴികളും ഇവിടെ ധാരാളമായി കാണാം. പ്രകൃതിദത്തമായ ഈ പാറഗുഹകളിൽ ആളുകൾക്ക് സുരക്ഷിതമായി കയറുവാനും ഇറങ്ങുവാനും ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മൊബൈൽ കയ്യിൽ പിടിച്ച് നടക്കുകയാണെങ്കിൽ ആ മൊബൈൽ താഴെ വീഴാതെ നോക്കിക്കോളൂ കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങാനും താഴേക്ക് പോയാൽ പിന്നെ മൊബൈൽ കിട്ടാൻ വളരെ പ്രയാസമാണ്.
ഇതുപോലെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളുമുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ച് കയറുക. ആ കൈവരികളിൽ പിടിച്ച് തന്നെ കയറാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ മേൽഭാഗത്ത് കുറച്ച് സൂര്യപ്രകാശം തട്ടുന്ന ആ ഭാഗത്തേക്ക് വന്നു. നോക്കൂ, ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി താഴോട്ടേക്കുള്ള പടവുകളാണ്. അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് ഇറങ്ങണം. ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൈവരികൾ നോക്കി തന്നെ പോവുക. അത് നിങ്ങളെ ഗുഹയിലുള്ള എല്ലാ കാഴ്ചകളും കാണിച്ചതിന് ശേഷം എക്സിറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നിന്നും പതിയെ ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അവിടെയൊക്കെ തലയടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ഫോണും വാലറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷിക്കുക. കാരണം അതിൻ്റെ ഇടയ്ക്കെങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. 2021-22 കാലഘട്ടത്തിലാണ്, അതായത് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് പ്രാദേശികമായി സഞ്ചാരികളും ബ്ലോഗർമാരും ഈ പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ ഗുഹയെക്കുറിച്ചുള്ള വിവരങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം വഴി പുറത്തു വന്നു. 2022-23 ഗുഹ കാണാൻ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ സുരക്ഷിതമായി ഇറങ്ങുന്നതിനായി അവിടെ പടവുകളും സപ്പോർട്ട് കയറുകളും ഹെൽമറ്റുകളും പ്രാദേശിക ഗൈഡ് സേവനവും എന്നിവ പറമ്പിൻ്റെ ഉടമസ്ഥർ ഔദ്യോഗികമായി ഒരുക്കി നൽകി. 2023 മുതൽ കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിലെ പ്രധാന ഒരു പ്രൈവറ്റ് അഡ്വഞ്ചർ ടൂറിസമായി ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും 2022-23 കാലഘട്ടത്തിലാണ് ഓടക്കല്ലി ഗുഹ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി അറിയപ്പെടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി സ്ഥല ഉടമസ്ഥരും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്ന് സഞ്ചാരികൾക്കായി സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഈ ഗുഹ തുറന്നു കൊടുക്കുകയായിരുന്നു. ഇവിടെ വൃക്ഷങ്ങളുടെ വേരുകൾ ഗുഹയുടെ പലയിടത്തായി ഇറങ്ങി വന്നേക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഓടക്കല്ലി ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതൊരു കേവലം കാഴ്ച ബംഗ്ലാവല്ല, മറിച്ച് യഥാർത്ഥ അഡ്വഞ്ചർ തരുന്ന ഒരു നാച്ചുറൽ കേവാണ്. 100 രൂപയിൽ ഗുഹയുടെ മുൻഭാഗവും ആദ്യത്തെ അറകളും മാത്രമേ നമ്മൾ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതുതന്നെ അടിപൊളിയാണ്. നിങ്ങൾ ഈ പാറകളുടെ വലുപ്പം കാണുന്നുണ്ടല്ലോ അല്ലേ? എന്ത് വലിയ പാറയാണ്! എങ്ങനെയാണ് ഈ പാറകൾ പ്രകൃതിദത്തമായി ഇങ്ങനെ അടുക്കി വെക്കപ്പെട്ടത് എന്ന് ഡീപ്പായി പഠിക്കണമെന്ന് എനിക്ക് ഇവിടെ നിന്നപ്പോൾ തോന്നിപ്പോയി. ഇവിടെ നിന്നപ്പോൾ ഒരു 360 വ്യൂ ആയാലോ എന്ന് തോന്നി. മേളിൽ 360 വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഇവിടെ നിന്നപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുണ കേവ് മോഡൽ അനുഭവമാണ് മനസ്സിൽ തോന്നിയത്. ഗുണ കേവ് പോലെ പേടിക്കാനുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരുടെയും സുരക്ഷിതമാണ്. പക്ഷെ നിങ്ങൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. തലയെ പാറയിലൊന്നും ഇടിക്കാതെ സൂക്ഷിക്കുക. വഴുതാതെ നോക്കുക. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. അത് നല്ല ഉപകാരമാണ്. സന്ദർശകർക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള പല വ്യൂസും ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ ഒരു ടാർസൻ കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ ടാർസൻ കേവ് ഓടക്കല്ലി ഗുഹയിലെ ഒരു സാഹസികവും പ്രശസ്തവുമായ ഒരു ഭാഗമാണ്. യഥാർത്ഥ അഡ്വഞ്ചർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് ഈ ടാർസൻ കേവ്. ഇത് ആ 500 രൂപയുടെ അഡ്വഞ്ചർ ട്രിപ്പ് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഭാഗമാണ്. ഈ ടാർസൻ എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ കുത്തനെയുള്ള പാറകൾക്കിടയിലൂടെ താഴേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനും പ്രത്യേക കയറുകളാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഞങ്ങൾ ഈ 100 രൂപയുടെ
ടിക്കറ്റാണ് എടുത്തത്. അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഗേറ്റ് വരെ മാത്രമേ നമുക്ക് പോകാൻ സാധിച്ചുള്ളൂ. അത് കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു ദിവസം അഡ്വഞ്ചർ ട്രിപ്പുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അന്നേരം ടാർസൻ കേവിൻ്റെ മുഴുവൻ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കിടാം. ഞങ്ങൾ വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അഡ്വഞ്ചർ ട്രിപ്പ് വേണ്ട എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ പോണ വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാറകളൊക്കെ കണ്ടോ? ഇപ്പം വീഴും വീഴില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇതാണ് കാഴ്ച. നോക്കിക്കേ, ചുറ്റും മലകളും പിന്നെ അവിടെ ഓടക്കൊല്ലി എന്നൊക്കെ എഴുതി വെച്ചേക്കണ ആ ബോർഡും. ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ സമയത്ത് മഴയൊന്നും പെയ്യാത്തത് കാരണം നല്ലതുപോലെ വീഡിയോ പുറത്തുനിന്ന് ചിത്രീകരിക്കാൻ സാധിച്ചു. ഇതിൻ്റെ മുകളിലും ഒരു വലിയ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്കും നമുക്ക് കയറിപ്പോവാം. ഞങ്ങൾ അവിടേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നും പോകാനേ തോന്നുന്നില്ല. അത്രയും ഭംഗിയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ വ്യൂ പോയിൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കയറുകയാണ്. ഇവിടെ പടവുകൾ ചില സ്ഥലത്ത് ഇല്ല കേട്ടോ. അത് കാരണം മഴയത്ത് സൂക്ഷിക്കണം, വഴുതാൻ ചാൻസ് ഉണ്ട്. ചില സ്ഥലത്ത് പടവുകളുണ്ട്. നോക്കിക്കേ, എന്ത് ഹൈറ്റിലാണ് അത് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്ന് കയറിയപ്പോൾ ഇതാണ് കാഴ്ച. നല്ല വ്യൂ ആണ്. ഇനിയും കുറച്ചും കൂടെ കയറാനുണ്ട്. കുറച്ചും കൂടെ മുകളിലെത്തിയിട്ട് ആ വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഞാൻ ആ മേളിലത്തെ വ്യൂ പോയിൻറ്റിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങി. കണ്ടോ, ഇവിടെ പടവുകളെല്ലാം കുറവാണ്. സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ എക്സിറ്റിലേക്ക് കടക്കുകയാണ്. ഇത് എക്സിറ്റ് പോകുന്ന വഴിയാണ്. ഇവിടെ വാട്ടർഫാൾസ് എന്ന് എഴുതി വെച്ചേക്കണത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ വെള്ളച്ചാട്ടമൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. നല്ല മഴയുള്ള സമയത്ത് പാറയ്ക്കിടയിലൂടെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കാതെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഓടക്കൊല്ലി ഗുഹ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിലെ ചെറുപുഴ പുളിങ്ങോം ചവറഗിരി ഭാഗത്താണ്. പ്രധാന സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെറുപുഴ പുളിങ്ങോം ആണ് പ്രധാന ബസ് സ്റ്റോപ്പ്. നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ ബസ് റൂട്ട് ചെറുപുഴ പുളിങ്ങോം ചവറഗിരി ഓടക്കൊല്ലി റോഡ് അവിടെ ഇറങ്ങുക. ഓടക്കൊല്ലി സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ചവറഗിരി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഓട്ടോ പിടിച്ച് ഇവിടേക്ക് വരാവുന്നതാണ്. ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ദൂരം മാത്രമേ അവിടെ നിന്നും ഉള്ളൂ. ഓടക്കൊല്ലിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അഡ്വഞ്ചറും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസത്തെ യാത്രയായി ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണിത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഗുഹയും ചുറ്റുമുള്ള പരിസ്ഥിതിയും കേടുപാടുകൾ വരാതെ സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയരുത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഞങ്ങളൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത്. ഇദ്ദേഹമാണ് ഈ ഓടക്കൊല്ലി ഗുഹയുടെ ഓണർ. ഒരു നല്ല മനുഷ്യൻ. ഞങ്ങൾ അദ്ദേഹവുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി.